നമസ്കാരം. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ അത്താഴ വിരുന്നിനിടെ ഹിൽട്ടൺ ഹോട്ടലിലുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് FBI ഡയറക്ടർ ക്യാഷ് പട്ടേൽ നടത്തിയത് അതിവേഗ നീക്കങ്ങൾ. രാത്രി 8:15 വാഷിംഗ്ടൺ ഹിൽട്ടണിലെ ലോബിയിൽ വെടിവെപ്പ് ഉണ്ടായതോടെ ഹോട്ടലിനുള്ളിൽ വലിയ പരിഭ്രാന്തി പടർന്നു. ഉടൻ തന്നെ രംഗത്തിറങ്ങിയ സീക്രട്ട് സർവീസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ആയിരക്കണക്കിന് അതിഥികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഡെയിലി മെയിലിന്റെ അതിഥിയായി കൺട്രി ഗായികയും കാമുകിയുമായ അലക്സിസ് വിൽക്കിൻസിനൊപ്പം അത്താഴത്തിനെത്തിയതായിരുന്നു ക്യാഷ് പട്ടേൽ. വെടിവെപ്പ് തുടങ്ങിയ ഉടൻ തന്നെ തന്റെ മേശയിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ താഴെ കിടക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. റിപ്പോർട്ടർമാർ തറയിലും മേശകൾക്ക് താഴെയും ഒളിച്ചിരുന്നപ്പോൾ താഴെ തന്നെ ഇരിക്കുമെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. 3 മുതൽ 4 തവണ വെടിവെച്ച് കേട്ടതായും താഴെ കിടക്കാൻ സീക്രട്ട് സർവീസ് ഏജന്റുമാർ നിർബന്ധിച്ചതായും അവിടെയുണ്ടായിരുന്ന ഡെയിലി മെയിൽ റിപ്പോർട്ടർമാർ പ്രതികരിച്ചു. എഴുന്നേൽക്കുന്നത് സുരക്ഷിതമാണെന്ന് ഉറപ്പായപ്പോൾ പട്ടേലും വിൽക്കിൻസണും അടുത്തുള്ള റിപ്പോർട്ടർമാരോട് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നും അന്വേഷിച്ചു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഹാളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. ഹോട്ടലിനുള്ളിൽ വലിയ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ച ഈ സംഭവത്തിൽ 3-4 തവണ വെടിവെച്ചുകൾ കേട്ടതായിട്ടാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വെടിവെപ്പ് നടന്നയുടൻ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അതിഥികൾക്കും വലിയ സുരക്ഷയൊരുക്കി. ഹോട്ടലിലെ പ്രധാന മാഗ്നോമീറ്റർ സ്ക്രീനിംഗ് ഏരിയയ്ക്ക് സമീപമാണ് വെടിവെപ്പുണ്ടായത്. US സീക്രട്ട് സർവീസും മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഭവം നടന്നതിന് ശേഷം രാത്രി 10:30 ട്രൂത്ത് സോഷ്യലിലും പിന്നീട് വൈറ്റ് ഹൗസ് ബ്രീഫിംഗിലും പ്രസിഡന്റ് ട്രംപ് വെടിവെച്ചയാളെ പിടികൂടിയതായി സ്ഥിരീകരിക്കുകയും നിയമപാലകരുടെ ധീരമായ ഇടപെടലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഹോട്ടലുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് ട്രംപും മെലാനിയയും ഹോട്ടലിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്ക് വേഗത്തിൽ തന്നെ മടങ്ങുകയും ചെയ്തു. 2024 ജൂലൈ 13 പെൻസിൽവേനിയയിലെ ബട്ട്ലറിൽ ട്രംപിന് നേരെ നടന്ന വധശ്രമ സമയത്ത് മെലാനിയ ട്രംപ് ഒപ്പം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ അത്താഴ വിരുന്നിനിടെയുണ്ടായ സംഭവം അവളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഘാതമുണ്ടാക്കുന്ന ഒന്നായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഇതിലും അപകടകരമായ മറ്റൊരു ജോലി ഉണ്ടാവുമെന്ന് എനിക്ക് കരുതാനാവില്ല. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. 2015 ശേഷം ആദ്യമായിട്ടാണ് US പ്രസിഡന്റ് ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഔദ്യോഗിക പദവിയിലിരിക്കെ ആദ്യമായി പ്രസംഗിക്കാനും ട്രംപ് തയ്യാറെടുത്തിരുന്നു. ശരിക്കും താൻ ആഞ്ഞടിക്കാനായി തയ്യാറായി ഇരുന്നതാണ്. ഇതൊരു പക്ഷേ ഏറ്റവും അനുചിതമായ പ്രസംഗമായി മാറുമായിരുന്നു. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചിരുന്ന അത്രയും കടുത്ത ഭാഷ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. സാധാരണയായി കറസ്പോണ്ടൻസ് ഡിന്നറിൽ പ്രസിഡന്റ് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടുള്ള പ്രസംഗമാണ് നടത്താറുള്ളത്. പിന്നീട് ബ്രീഫിംഗ് റൂമിൽ ട്രംപിനൊപ്പം സംസാരിച്ച ക്യാഷ് പട്ടേൽ നിയമപാലകരുടെ അതിവേഗത്തിലുള്ള നടപടിയെ അഭിനന്ദിച്ചു. വെടിവെപ്പ് നടത്തിയയാളുടെ ലക്ഷ്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകാൻ കഴിയുമെങ്കിൽ അത് പങ്കുവെക്കണമെന്ന് അദ്ദേഹം അമേരിക്കൻ ജനതയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഒരു വിവരവും ചെറുതല്ല, ഒരു വിവരവും അപര്യാപ്തമല്ലെന്നും പട്ടേൽ പറഞ്ഞു. ഞങ്ങളതെല്ലാം കൃത്യമായി വിലയിരുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ട്രംപ് പങ്കെടുത്ത വിരുന്നിൽ വെടിവെപ്പുണ്ടായതിനു പിന്നാലെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പരിപാടിക്ക് മുമ്പായി നടത്തിയ പ്രസ്താവനയും വൈറലാവുകയാണ്. അത്താഴ വിരുന്നിന്റെ വേദിയിൽ വെച്ച് തന്നെ ഈ മുറിയിൽ ചില വെടിവെച്ചുകൾ മുഴങ്ങുമെന്നും ട്രംപിനെക്കുറിച്ച് ഫോക്സ് ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ അവർ പറഞ്ഞിരുന്നു. വൈറ്റ് ഹൗസിലെ മാധ്യമപ്രവർത്തകർ ഒരുക്കിയ വിരുന്നിനിടയിലായിരുന്നു ആക്രമണം. പരിപാടിയിൽ ട്രംപിന് പ്രസംഗിക്കാൻ താൻ എഴുതി നൽകിയ ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു കരോലിൻ ലെവിറ്റ് അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒരു ഗർജനത്തിന് തയ്യാറാണ്. ഇന്നത്തെ ഈ പ്രസംഗം ക്ലാസിക് ഡൊണാൾഡ് ജെ ട്രംപിൻ്റെതായിരിക്കും. അത് രസകരമായിരിക്കും, വിനോദകരമായിരിക്കും. ഇന്ന് രാത്രി ഇവിടെ ചില വെടിവെച്ചുകൾ ഉണ്ടാകും. അതിനാൽ എല്ലാവരും കേൾക്കണം. അത് വളരെ മികച്ചതായിരിക്കും എന്നായിരുന്നു അവരുടെ പ്രതികരണം. അത് പൂർണ്ണമായും നിങ്ങൾ എഴുതി നൽകിയതാണോ എന്ന് ഫോക്സ് ന്യൂസ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് എടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളുടെ വലിയ പങ്ക് അതിലുണ്ടെന്നും പ്രസ് സെക്രട്ടറി മറുപടി നൽകി. പരിപാടി ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മുറിക്ക് പുറത്തുനിന്ന് വെടിവെച്ച് കേട്ടത്. ഇത് പരിഭ്രാന്തി പരത്തുകയും ട്രംപ് അടക്കമുള്ളവരെ ഉടൻ സീക്രട്ട് ഏജൻസി ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി മാറ്റുകയുമായിരുന്നു.